ഹലോ മക്കൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെകെ. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമും അത് കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന NMMS എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഞാൻ പഠിപ്പിക്കാൻ റെഡിയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇതിനെ ബേസ് ആയിട്ടുള്ള ചോദ്യം, ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. എന്താണ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ട് നമുക്ക് ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക, അതായത് ഫൈൻഡ് ദ റിലേഷൻ എന്നൊക്കെ വരും. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഏത് ചാർജ് ആയിരിക്കണം? പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നേടിയാൽ അപ്പോൾ ഏത് ചാർജ് ആയിരിക്കും? ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ വിചാരിച്ചതന്നെ, മനസ്സിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നെഗറ്റീവ് ചാർജ് അല്ലേ? മനസ്സിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നെഗറ്റീവ് ചാർജ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജുമായിരിക്കും. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതാരും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എപ്പോഴും എക്സാമ്പിളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോണുകൾ എങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നു? സിൽക്കിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗ്ലാസ് റോഡ് ഏത് ചാർജായി? പോസിറ്റീവ് ചാർജായി. സിലിക്കിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ നേടുന്നു. അതുകൊണ്ട് അത് ഏത് ചാർജായി? നെഗറ്റീവ് ചാർജായി മാറുന്നു. ഈ ഒരു പേര് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇനി വൂളും എബണൈറ്റും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ വൂളിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? എബണൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ വൂളിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വൂൾ ഏത് ചാർജായി? കമ്പിളി ഏത് ചാർജായി? പോസിറ്റീവ് ചാർജ് ആവുന്നു. എബണൈറ്റ് ഏത് ചാർജ് ആവുന്നു? നെഗറ്റീവ് ചാർജ് ആവുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ അതെല്ലാം വായിച്ചു കളഞ്ഞു. ഇനി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ ഗ്ലാസിന് ഏത് ചാർജാണ്? സിലിക്കിന് ഏത് ചാർജാണ്? പഠിക്കണം. ഇനി എബണൈറ്റും വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളിയും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ കമ്പിളിക്ക് ഏത് ചാർജാണ്? എബണൈറ്റിന് ഏത് ചാർജാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓർമ്മ വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടെത്താൻ പറ്റുമോ ശ്രമിക്കുക. ഒറ്റ തവണ നിങ്ങൾ കണ്ടെത്തുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതിനകത്തുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം തന്നിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടാൽ ഓർത്ത് ഇതിനെ നമ്മൾ കപ്പാസിറ്റർ എന്നാണ് പറയാം. വൈദ്യുത ചാർജ് സംഭരിക്കാൻ വേണ്ട ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ചിത്രം കണ്ടാൽ ഓർത്ത് വയ്ക്കുക, ഇതൊരു കപ്പാസിറ്റർ ആണ്, വൈദ്യുത ചാർജ് സംഭരിക്കാൻ വേണ്ട ഒരു ഉപകരണമാണെന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുളോം എന്ന് കൊടുത്തിട്ടുണ്ട്. കുളോം അല്ലേ? അപ്പൊ ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുളോം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോം. അങ്ങനെയെങ്കിൽ താഴത്തും നമ്മൾ യൂണിറ്റ് ആണ് എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് ഏതായിരിക്കണം? കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഏതാണ്? ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്? ഫാരഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് തെറ്റിക്കരുത്. അപ്പോൾ ഇതേപോലെ ചിത്രങ്ങളൊക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അത് NMMSനും നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക്, ചോദ്യം വായിക്കൂ. എന്താണ് നമ്മുടെ ചോദ്യം? ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക് ചാർജ്, അതായത് എർത്തിങ് എന്നാണ്. വൈദ്യുത ചാർജിന്റെ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാർജ് എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യുക. അതിന് നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എന്ത് പറയാം? എർത്തിങ് എന്ന് പറയാം. അല്ലെങ്കിൽ വൈദ്യുത ചാർജ് സംഭരിക്കുക. സ്റ്റോർ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായിരിക്കും? കപ്പാസിറ്റർ. ഏതായിരിക്കണം? കപ്പാസിറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാർക്കിൻ്റെ കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പുതിയ ആ ഒരു മെത്തേഡ് അനുസരിച്ച് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ചെയ്യുന്നത്. ആ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഏതിന് വരിക? NMMS എക്സാമിന് വരിക. അപ്പോൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പം, ബുദ്ധിമുട്ടും, മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചാർജ് ഒരു ഡാഷ് അളവാണ്. അത് അദിശമാണോ സദിശമാണോ എന്നുള്ളതാണ്. അതായത് ചാർജ് ഈസ് എ ക്വാണ്ടിറ്റി, ഡാഷ് ക്വാണ്ടിറ്റി, സ്കാലാർ വെക്ടർ. നമുക്കറിയാം സ്കാലാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള, ഡയറക്ഷൻ, ദിശയല്ല. വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, അളവും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജിന് എന്ത് മാത്രമുള്ള, അളവ് മാത്രമുള്ള, അതിന് ദിശയല്ല. അതുകൊണ്ട് അതേതാണ്? അദിശ അളവാണ്, സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതേതായിരിക്കണം? സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു ചോദ്യവും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ
അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് ഇതാ വീണ്ടും ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിതവൈദ്യുതി എന്ന ചാപ്റ്ററിനകത്ത് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം വരും. ഇതിനകത്ത് AB എന്ന് പറഞ്ഞാൽ 2 മെറ്റൽ പ്ലേറ്റുകൾ, ലോഹ തകിടുകളാണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ നമ്മൾ ഇൻസുലേറ്റർ എന്നാണ് പറയുക. വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥം ഇൻസുലേറ്റർ. അതിന് D എന്ന കൊണ്ട് സൂചിപ്പിക്കുക. അതിന് നമ്മൾ ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു കപ്പാസിറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻസുലേറ്റർ അറേഞ്ച്ഡ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ്? ഈ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയിലുള്ള ഇൻസുലേറ്ററിനെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം D എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? ഡൈ ഇലക്ട്രിക് ആണ്. എന്താണ്? ഡൈ ഇലക്ട്രിക്. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. ഏതായിരിക്കണം? ഡൈ ഇലക്ട്രിക്. ഏതാണ്? ഡൈ ഇലക്ട്രിക്. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ പേരെന്താണ്? പറയാൻ പറ്റുമോ? ഒന്ന് പോസ് അടിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അതെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ ആൻസർ തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഇലക്ട്രോസ്കോപ്പ് എന്നല്ലേ? അതെ. അപ്പൊ ആ ഇലക്ട്രോസ്കോപ്പാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് ഇതിന്റെ പ്രധാനമായി ഇതൊരു മെറ്റൽ ബോൾ, അതിൻ്റെ ഒരു ലോഹ ഗോൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ജാർ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഗോൾഡ് ഫോയിൽ, അലുമിനിയം അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ചാർജ് അളക്കാനാണോ, ചാർജിന്റെ സാന്നിധ്യം അറിയാനാണോ, ഏതുതരം ചാർജ് ആണെന്ന് തിരിച്ചറിയാനാണോ? ദാ ഇലക്ട്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ ചാർജ്. ചാർജ് മെഷർ ചെയ്യാൻ പറ്റുമോ? നോ ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ പ്രസൻസ് അറിയാനാണോ? ഐഡന്റിഫൈ ദ നാച്ചർ ഓഫ് ചാർജ്. ചാർജിന്റെ ഒരു പ്രത്യേകത ആണ്. അപ്പോൾ ഏതാണ് നമ്മൾ ആൻസർ വരുന്നത്? അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നോ ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ചാർജിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം, ദ ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഇൻ എ ബോഡി ഈസ് കാൾഡ്. അതിനെ നമ്മൾ പറയുന്ന പേര് ഡിസ്ചാർജ്. എന്താ പറയുക? ഡിസ്ചാർജ് എന്ന് ഓർത്തേക്ക്. അതിനെന്താ പേര് അറിയാം? ഡിസ്ചാർജ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഓർത്തു വയ്ക്കുക. എന്താണ്? ദ എർത്ത് ക്യാൻ റിസീവ് ഓർ ഗിവ് എനി എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് കാൾഡ്. ഭൂമി എത്ര ഇലക്ട്രോണുകൾ വേണമെങ്കിലും സ്വീകരിക്കാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ കഴിയും. അതുകൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോൺ ബാങ്ക്. എന്താണ് അറിയാം? ഇലക്ട്രോൺ ബാങ്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ഒരുപാട് ചോദ്യങ്ങൾ, ഒരു മാർക്കിൻ്റെ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ NMMS എക്സാമിനും അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഏരിയ ഇനി ബുദ്ധിമുട്ടുള്ള ഏരിയ ഒക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഏരിയ വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും GBU ഗോഡ് ബ്ലസ് യു. ഒരു ബ്ലൂ ഹാർട്ട് കൂടിയും ഒരു ഗ്രീൻ ഹാർട്ട് കൂടി തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം, സെറ്റാക്കണം, കിടുവാക്കണം, പൊളിയാക്കണം.